ഗൗതം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വളരെ വേദനയോടെ വാർത്ത വായിച്ച കാര്യമാണ് ഈ തൃശ്ശൂർ വെടിക്കെട്ട് ദുരന്തം. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മരണസംഖ്യ ഉയരുന്നുണ്ട്. മരണസംഖ്യ 14 തന്നെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കാഷ്വാലിറ്റീസ് അല്ലെങ്കിൽ പരിക്കുകളുടെ എണ്ണം കൂടുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തയിലേക്കാണ്. തൃശ്ശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിൽ ഇതുവരെ ലഭിച്ച 10 മൃതദേഹങ്ങളിൽ 9 തിരിച്ചറിഞ്ഞ എല്ലാ മൃതദേഹങ്ങളും ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. ചികിത്സയിലുള്ള 10 പേരിൽ 5 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. DNA സാമ്പിൾ എടുക്കാൻ കഴിയുന്ന 33 ശരീരഭാഗങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഒപ്പം പൂര നടത്തിപ്പിൽ അന്തിമ തീരുമാനമെടുക്കാനുള്ള യോഗവും ഇന്ന് ചേരും. തൃശ്ശൂർ കളക്ടറേറ്റിലെ യോഗത്തിൽ മന്ത്രിമാരും ദേവസ്വം പ്രതിനിധികളും പങ്കെടുക്കും. വിവരങ്ങളുമായി തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും അനഘ ഹർഷനും ഒപ്പം സാനു കെ സജീവും ചേരുന്നുണ്ട്. ആദ്യം നമുക്ക് അനഘയിലേക്ക് പോകാമെന്ന് തോന്നുന്നു, അല്ലേ? അനഘ, ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ 10 മൃതദേഹങ്ങളിൽ 9 തിരിച്ചറിഞ്ഞു. ഈ തിരിച്ചറിയാത്ത ഒരു മൃതദേഹത്തിന്റെ തിരിച്ചറിയാനുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാകും പുരോഗമിക്കുക? ഒപ്പം നിലവിൽ ചികിത്സയിൽ തുടരുന്ന ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? അശ്വതി, ഗൗതം, നിലവിൽ മുണ്ടത്തിക്കോട് അപകടവുമായി ബന്ധപ്പെട്ട് 10 പേരാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നത്. ഇതിൽ 4 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഇതിൽ തന്നെ വെടിക്കെട്ട് നടത്തിപ്പുകാരനായിട്ടുള്ള സതീഷിന്റെ നിലയാണ് അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്നത്. വെന്റിലേറ്ററിന്റെ സഹായത്താലാണ് സതീഷിന്റെ ജീവൻ നിലനിർത്തുന്നത്. മാത്രമല്ല, ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് വിദഗ്ധ ഡോക്ടറുടെ ഒരു സംഘം എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിൽപ്പെട്ട ഇത്തരത്തിൽ ത്വക്ക് രോഗ വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരുടെ സംഘമാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി പറഞ്ഞിരുന്നു, ഇവിടെ ചികിത്സയിൽ തുടരുന്ന ഒരു അപകടത്തിൽ പരിക്കേറ്റ ഒരു രോഗിക്ക് 3 ഡോക്ടർ വീതമുള്ള ചികിത്സ, ഡോക്ടർമാരുടെ വീതം മേൽനോട്ടത്തിലുള്ള ഒരു ചികിത്സ ഉറപ്പുവരുത്തും എന്ന് പറഞ്ഞിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ തൃശൂർ ജില്ലയിലെ തന്നെ മറ്റ് ആശുപത്രിയിലുള്ള വിദഗ്ധ ഡോക്ടർമാർ, ത്വക്ക് രോഗ വിദഗ്ധർ അടക്കമുള്ളവർ ഈ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ ചികിത്സയിൽ തുടരുന്ന സതീഷിന്റെ നിലയാണ് അതീവ ഗുരുതരമായി തുടരുന്നത്. ബാക്കി 4 പേർക്കും 90% പൊള്ളലേറ്റിട്ടുണ്ട്. പക്ഷേ ഇവരുടെ നില സ്റ്റേബിൾ ആണ് എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഇവർക്ക് ശസ്ത്രക്രിയ അടക്കമുള്ള കാര്യങ്ങൾ, വിദഗ്ധ ചികിത്സ നൽകിക്കൊണ്ട് ജീവിതത്തിലേക്ക് എത്രയും വേഗം മടക്കി കൊണ്ടുവരാനുള്ള നീക്കമാണ് നടത്തുന്നത്. അതിന്റെ നിതാന്ത പരിശ്രമത്തിലാണ് ആശുപത്രിയിലെ ഡോക്ടർമാർ എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇന്ന് കൃത്യമായി തന്നെ ഈ പരിക്കേറ്റ ബാക്കി 5 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവരുടെ പരിക്ക് എന്ന് പറയുന്നത് കാര്യമായ പരിക്കുകളില്ല എന്നുള്ളതാണ്. ഈ അപകട സമയത്ത് ഓടി വീഴുകയും അതുപോലെ ചെറിയ രീതിയിൽ പൊള്ളലേൽക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ബാക്കി 5 പേര് കൂടിയാണ് ഈ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നത്. ഇവരുടെ എല്ലാം തന്നെ നില തൃപ്തികരമാണ് എന്നുള്ള കാര്യം കൂടിയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. ഇന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 10 മൃതദേഹങ്ങളാണ് ലഭിച്ചിരുന്നത്. അതിൽ 9 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞ് ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. അതിൽ ഒരു മൃതദേഹം ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതാരുടെ മൃതദേഹമാണ് എന്ന് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. നിലവിൽ 36 പേർ ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഈ കളക്ടറുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. അത് കൃത്യമായിട്ടുള്ള വിവരമല്ല, പക്ഷേ നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് 36 പേർക്ക് ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തു വരുന്നത്. അതിൽ 4 പേരെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബന്ധുക്കളും എത്തിയിട്ടുണ്ട്. ആ ബന്ധുക്കളുടെ DNA സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഈ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന തിരിച്ചറിയാത്ത മൃതദേഹം ഈ കാണാതായ 4 പേരിൽ ആരുടേതെങ്കിലും ആണോ എന്നുള്ള രീതിയിലുള്ള പരിശോധന നടത്തും. അവരുടെ DNA സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഈ സാമ്പിളുകളുടെ പരിശോധനാ ഫലം അത് 3 ദിവസത്തിനുള്ളിൽ തന്നെ വരുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. ഈ പരിശോധനാ ഫലം വന്നു കഴിഞ്ഞാൽ മാത്രമേ അതിലൊരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ത്വക്ക് രോഗ വിദഗ്ധരും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് സർജറി വിദഗ്ധരുമാണ് ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഗൗതം, അശ്വതി. ഓക്കെ അനഘ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള അപ്ഡേറ്റ്സ് ആണ് നൽകുന്നത്. അനഘ അവിടെ തുടരൂ. സാനു കൂടി ചേരുകയാണ്. സാനുവിൽ നിന്ന് അറിയേണ്ടത് ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷനാണ്. കാരണം ഒരു ദുരന്തം നടന്ന പശ്ചാത്തലത്തിൽ വെടിക്കെട്ട് സ്വാഭാവികമായും ഒഴിവാക്കിയിട്ടുണ്ട്. അത് പൊതുജനങ്ങളുടെയും ദേവസ്വം ബോർഡിൻ്റെയും ഒക്കെ അഭിപ്രായം അതുതന്നെയാണ്. എന്നാൽ ആചാരാനുഷ്ഠാനങ്ങൾ, പ്രത്യേകിച്ച് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് കേവലം ആഘോഷം മാത്രമല്ല, അത് നൂറ്റാണ്ടുകളായി തുടരുന്ന വലിയൊരു ആചാര പദ്ധതിയുടെ ഭാഗമായി നടക്കുന്ന ആഘോഷമാണ്. അപ്പോൾ ഈ ആചാര പദ്ധതികൾ മാറ്റിവെക്കാൻ പറ്റുന്നതല്ല, അത് എല്ലാ കാലത്തും തുടർന്നു വരുന്നതാണ്. അപ്പോൾ എങ്ങനെ പൂരം നടത്തണമെന്നത് സംബന്ധിച്ചാണല്ലോ ഇന്നൊരു യോഗം കളക്ടറുടെ അധ്യക്ഷതയിൽ നടക്കുന്നത്. എപ്പോഴാണ് യോഗം? ആ യോഗത്തിൽ ആരൊക്കെയാണ് പങ്കെടുക്കുക? തീരുമാനം എപ്പോൾ അറിയാൻ സാധിക്കും? സാൻ
ഗൗതം 230ാമത്തെ തൃശ്ശൂർ പൂരമാണ് ഇക്കുറി നടക്കാൻ പോകുന്നത്. എന്തായാലും ആ പൂരത്തിന് മുന്നോടിയായിട്ട് ആണ് പൂരം തുടങ്ങുന്നതിന് മുന്നോടിയായിട്ടുള്ള സാമ്പിൾ വെടിക്കെട്ടിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്ന വേളയിലാണ് ഈ തിരുവമ്പാടിയുടെ കമ്പക്കെട്ട് പുരയ്ക്ക് സ്ഫോടനമുണ്ടായത്. ആ സ്ഫോടനത്തിൽ വലിയ നാശവും ആൾനാശവും നമ്മളെല്ലാം കണ്ട പോലെ തന്നെ നമുക്കെല്ലാവർക്കും ചിന്തിക്കാൻ പറ്റുന്നതിലധികം ദുഃഖമുണ്ടാക്കുന്ന സംഭവങ്ങളാണ് അതിനുശേഷം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ പൂരം ഒഴിവാക്കണം എന്നൊക്കെ അതിനുശേഷം പല കോണുകളിൽ നിന്നൊക്കെ ചില ആവശ്യങ്ങളൊക്കെ ഉയർന്നിരുന്നു. അത് പൂരവുമായി ബന്ധപ്പെട്ട തൃശ്ശൂരിൽ നിന്ന് പുറത്തു നിന്നുള്ള അത്തരം ആവശ്യങ്ങളൊക്കെ ആയിരുന്നു. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർണായക യോഗം ഇന്ന് നടക്കുകയാണ്. എന്തായാലും ഈ യോഗത്തിന് മുന്നോടിയായിട്ട് ഇന്നലെ തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളുടെ യോഗം ചേർന്നിരുന്നു. ആ ദേവസ്വങ്ങളുടെ യോഗം ചേർന്നിരുന്നു. ദേവസ്വങ്ങൾ അതിൽ അവസാനം ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നു. വെടിക്കെട്ട് ഒഴിവാക്കിക്കൊണ്ട് പൂരം നടത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തിരിക്കുന്നു. അതേപോലെ തന്നെ ഈ ദുരന്തമുണ്ടായ തിരുവമ്പാടി ദേവസ്വം 24-ാം തീയതി വരെയുള്ള അവരുടെ എല്ലാ ആഘോഷങ്ങളും, അതായത് നാളെ വൈകുന്നേരം വരെയുള്ള തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ എല്ലാ ആഘോഷങ്ങളും അവർ ഒഴിവാക്കിയിട്ടുണ്ട്. അലങ്കാര ഗോപുരത്തിലുള്ള ലൈറ്റുകളടക്കം അവർ നാളെ വൈകുന്നേരം വരെ അണച്ചിടുന്നതായിരിക്കും. ആ ആഘോഷങ്ങൾ, ആ പദ്ധതിയുടെ ഭാഗമായിട്ട് കാലേക്കൂട്ടി തീരുമാനിച്ചിട്ടുള്ള പദ്ധതികളുടെ ഭാഗമായിട്ടുള്ള ആഘോഷങ്ങൾ 24-ാം തീയതി വരെ അവർ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടുണ്ട്. പകരം 25, 26, 27 തീയതികളിൽ പൂരം എങ്ങനെയാണോ നടക്കുന്നത് പ്രൗഢഗംഭീരമായിട്ട് ആ പൂരം അവർ ആഘോഷിക്കും. വെടിക്കെട്ട് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പൂരമായിരിക്കും ആഘോഷിക്കുന്നത്. എന്തായാലും തിരുവമ്പാടി ദേവസ്വത്തിലുണ്ടായിട്ടുള്ള ആ ഒരു ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ പാറമേക്കാവ് വിഭാഗവും അവരുടെ വെടിക്കെട്ടും ഒഴിവാക്കുകയാണ്. ഈ തിരുവമ്പാടിയിലെ വെടിക്കെട്ട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ പാറമേക്കാവിൻ്റെ വെടിക്കെട്ട് പുരയ്ക്ക് കഴിഞ്ഞ ദിവസം സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. പാലക്കാടുള്ള മുതലമടയിലാണ് ഈ പാറമേക്കാവ് വിഭാഗത്തിൻ്റെ വെടിക്കെട്ട് പുരയും വെടിക്കെട്ടിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ അവിടെയാണ് നടക്കുന്നത്. അവിടെ ഇന്നലെ സ്റ്റോപ്പ് മെമ്മോ ജില്ലാ കളക്ടർ നൽകിയിരുന്നു. എന്തായാലും അത് ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഇന്ന് നിർണായകമായിട്ടുള്ള യോഗം മറുഭാഗത്ത് ഇന്ന് കളക്ടറേറ്റിൽ നടക്കുകയാണ്. ദേവസ്വം മന്ത്രിയുണ്ട്, റവന്യൂ മന്ത്രിയുടെയൊക്കെ അധ്യക്ഷതയിലാണ് ഈ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ ഭാരവാഹികൾ അടക്കം പങ്കെടുക്കുന്ന ഒരു നിർണായക യോഗം നടക്കുന്നത്. ആ യോഗത്തിലായിരിക്കും പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്തിമ തീരുമാനമുണ്ടാവുക. എന്തായാലും ഇത് മറിച്ചൊരു തീരുമാനം, പൂരം നിർത്തിവെക്കുന്നതായി അങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. കാരണം പൂരം ഒഴിവാക്കിക്കൊണ്ടൊരു നടപടിയും ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ദേവസ്വത്തിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടാവില്ല. കാരണം വെടിക്കെട്ട് മാത്രം ഒഴിവാക്കിക്കൊണ്ട് പൂരം നടത്തുന്നതിലേക്ക് തത്വത്തിലൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. ഇനി ഔപചാരികമായിട്ടൊരു യോഗം എന്നതിനപ്പുറം മറ്റൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ നിമിഷവും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പൂരം ഒഴിവാക്കിക്കൊണ്ട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കും ഒരിക്കലും പൂരത്തിൻ്റെ നാടായിട്ടുള്ള തൃശ്ശൂർ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ടാവില്ല. 2006-ലും സമാനമായിട്ട് പാറമേക്കാവിൽ ഇത്തരത്തിലൊരു വെടിക്കെട്ട് ദുരന്തം ഉണ്ടായപ്പോഴും വെടിക്കെട്ട് ഒഴിവാക്കിക്കൊണ്ട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ മുറുകെ പിടിച്ചുകൊണ്ട് അവർ ആ പൂരം ആഘോഷിച്ചിരുന്നു. അതിന് സമാനമായിട്ടുള്ള നിലയിൽ തന്നെ ഇക്കുറിയും പൂരം ഉണ്ടാകുമെന്ന് തന്നെ അവർ പറയുന്നു. ഇത്തരത്തിലുള്ള പൂരം ഈ ഒരു ദുരന്തം നടന്നതിന് തൊട്ട് പിന്നാലെ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ, അതായത് തൃശ്ശൂർ പൂരത്തിലെ പ്രധാന പങ്കാളികളാണ് പാറമേക്കാവും തിരുവമ്പാടിയും. ഈ ദേവസ്വങ്ങളുടെ ഭാരവാഹികൾ തമ്മിൽ സംസാരിക്കുകയും അതിലൊരു സമവായത്തിലെത്തുകയും ചെയ്തിരുന്നു. അതിനൊപ്പം തന്നെ ഈ പാറമേക്കാവും തിരുവമ്പാടിയും മറ്റ് 8 ഘടകപൂരങ്ങളും ചേരുന്നതാണ് ഈ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഘടക ക്ഷേത്രങ്ങളിലെ ഭാരവാഹികളുമൊക്കെയായിട്ട് ഇവർ കൃത്യമായിട്ട് സംസാരിച്ചിരുന്നു. അവർ അവരുടെ നിലപാടുകൾ അറിയിച്ചിരുന്നു. ഒപ്പം തന്നെ തിരുവമ്പാടിയും പാറമേക്കാവും സ്വീകരിക്കുന്ന ഏത് നിലപാടിനൊപ്പവും ഉറച്ചു നിൽക്കുമെന്നുള്ളൊരു കാര്യമാണ് ഈ മറ്റ് 8 ഘടകക്ഷേത്രങ്ങളും ഘടകപൂര ഭാരവാഹികളും അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇത്തരത്തിലുള്ള എല്ലാ ക്ഷേത്രങ്ങളുടെയും ഒരു നിലപാടായിരിക്കും ഇന്ന് നടക്കുന്ന 10:30 നടക്കുന്ന തൃശ്ശൂർ കളക്ടറേറ്റിൽ നടക്കുന്ന യോഗത്തിൽ ഈ തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങൾ കൃത്യമായിട്ട് സർക്കാർ സംവിധാനങ്ങളെ അറിയിക്കുക. അവസാനം സർക്കാർ നൽകുന്നൊരു നിർദ്ദേശമുണ്ടാകും. അതിനനുസരിച്ച് അതിനാനുപാതികമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് തിരുവമ്പാടിയും പാറമേക്കാവും ഇന്നലെ നടത്തിയിട്ടുള്ള യോഗത്തിൽ അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം ഇന്നലെ വൈകുന്നേരം ആദ്യം പാറമേക്കാവ് വിഭാഗത്തിൻ്റെ ദേവസ്വം യോഗമാണ് നടന്നത്. സംയുക്തമായിട്ടുള്ള യോഗം, എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ടൊരു വിപുലമായിട്ടുള്ള യോഗം ആദ്യം നടക്കുന്ന പാറമേക്കാവ് വിഭാഗത്തിലാണ്. ആ പാറമേക്കാവ് വിഭാഗത്തിലെ യോഗത്തിന് ശേഷം അവരുടെ തീരുമാനങ്ങൾ ആ സമയം തന്നെ അവർ അറിയിക്കുന്നു. വെടിക്കെട്ട് ഒഴിവാക്കിക്കൊണ്ട് പൂരം എങ്ങനെയാണോ നടക്കുന്നത് അതേ രീതിയിൽ തന്നെ പ്രൗഢഗംഭീരമായിട്ട് അവർ പൂരം നടത്തും. നാളെ 24-ാം തീയതി തെക്കേ ഗോപുരം തള്ളി തുറന്നുകൊണ്ട് പൂരവിളംബരം നടത്തുന്നു. അതുമുതൽ ആഘോഷം എങ്ങനെയാണോ നടത്തിയിരുന്നത് അതിന് ഒട്ടും ഗരിമ കുറയാതെ തന്നെ പാറമേക്കാവ് വിഭാഗം ആഘോഷം നടത്തുമ്പോൾ തിരുവമ്പാടി വിഭാഗം അവരുടെ ഈ വെടിക്കെട്ട് പുരയിലുണ്ടായ ദുരന്തത്തിൽ അകപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് 24-ാം തീയതി വൈകുന്നേരം വരെ അവർ ദുഃഖാചരണം നടത്തുകയും അതിനുശേഷം 25, 26, 27 തീയതികളിൽ ആ പൂരം പ്രൗഢഗംഭീരമായിട്ട് കൊണ്ടാടുമെന്നും അവർ അസന്നിഗ്ധമായിട്ട് ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചതാണ്. ആ നിലപാട് തന്നെയായിരിക്കും ഇന്ന് 10:30 നടക്കുന്ന യോഗത്തിൽ കളക്ടറേറ്റിലും അറിയിക്കാൻ പോകുന്നത്. ഗൗതം. ഓക്കെ സാനു, എന്തായാലും അശ്വതി, അപ്പോൾ കാര്യങ്ങൾ അങ്ങനെയാണ്. വലിയൊരു അപകടം ഉണ്ടായിരിക്കുന്നു. പക്ഷേ ഈ പൂരവുമായി ബന്ധപ്പെട്ടുള്ള ആചാര പദ്ധതികൾ അത് സ്വാഭാവികമായിട്ടും ഇത്തവണയും നടക്കും. 230ാമത്തെ തൃശ്ശൂർ പൂരമാണ്. ശക്തൻ തമ്പുരാൻ്റെയൊക്കെ കാലത്ത് തുടങ്ങിയ
വലിയൊരു ആചാര പെരുമയുള്ള ആഘോഷം കൂടിയാണ്. പക്ഷേ ഇത്തവണ തുടർന്ന് വരുന്ന ആഘോഷമില്ല. ആഘോഷങ്ങളില്ല, ആചാരങ്ങൾ മാത്രമല്ലേ? അതെ അതെ എന്തായാലും ഇന്ന് നിർണായക നിലപാട് നമുക്ക് വരും മണിക്കൂറുകളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം.